ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മളെ യാത്ര, ഇന്നത്തെ നമ്മൾ സിയാറത്ത് യാത്ര കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിനടുത്തുള്ള പറമ്പിൽ പള്ളി എന്ന സ്ഥലത്തേക്കാണ്, മഖാമിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഷഹീദ് അലിയുൽ ബക്കരി റദിയുല്ലാഹുവിൻ്റെ മക്കാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ മഹാനുഭാവനെ പറ്റി പറയുകയാണെങ്കിൽ, മക്കയിൽ നിന്നാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന് കോഴിക്കോട് പോർട്ടൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഒരു മുസ്ലിം സ്ത്രീയെ ചില ആളുകൾ ചേർന്ന് ആക്രമിക്കുന്നത് കണ്ടു. അവരോട് എതിർത്ത് ആ സ്ത്രീയെ രക്ഷിച്ചു. പിന്നീട് ആ വലിയ സംഘടനമാവുകയും അതിൽ ബഹുമാനപ്പെട്ടവർ വഫാത്ത് ആവുകയും ചെയ്തു. ഇന്ന് ജിന്ന്, സെഹർ, സുലോത്ത്, പൈശാചികമായ പല അസുഖങ്ങൾക്കും ഇവിടെ വലിയ ശിഫയാണ് ലഭിക്കുന്നത്. അള്ളാഹു ആ മഹാനുഭാവൻ്റെ ദർജ് ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം 16-ാമത്തെ വയസ്സിലാണ് ഷഹീദാവുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഇത് ആയുധങ്ങളാണ്. ഇവിടുത്തെ നേർച്ച വഴിപാട് ആയുധങ്ങൾ, ചൂടി, ചേന, കൊട്ട തുടങ്ങിയവയാണ്. മറ്റു മഹാന്മാരുടെ കബറിടവും ഇവിടെ ഉണ്ട്. ഇവിടെ ഒഴിവു ദിവസങ്ങളിലും നല്ല തിരക്കാണ്. ശനി, ഞായർ ദിവസങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടാറ്. ദൂരെ ദിക്കുന്ന പോലും ആളുകൾ വരാറുണ്ട്. മക്കാമിലേക്ക് ഉള്ളിലേക്ക് വീഡിയോയ്ക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗം ചിത്രീകരിച്ചിട്ടില്ല. മുമ്പ് ഒരുപാട് യൂട്യൂബർമാർ വന്ന് ഉള്ളിലൊക്കെ വന്ന് ചിത്രീകരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉള്ളിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള വീഡിയോസ് കാണാം. ഞാൻ വന്ന അന്ന് ഒരുപാട് പേര് ഈ മഖാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാധിച്ചിട്ട് അതിനുള്ള വഴിപാടായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടേക്ക് വന്ന് അങ്ങനെ ഇവിടേക്ക് ജാതി മതഭേദമന്യേ നിരവധി പേര് ഇവിടെ എത്താറുണ്ട്. ഷഹീദ എന്തോ ചരിത്രം ആണല്ലേ? 16-ാമത്തെ വയസ്സിലല്ലേ? ഇതിന്റെ ചോടെന്ന് പറയുന്നത് ഈ പള്ളിക്ക് ഒരു 800 വർഷമൊക്കെ പഴക്കം. പള്ളി ആദ്യം ഉള്ളതെന്ന് പറയുന്നു. കറക്റ്റായിട്ട് പറയാൻ വയ്യാലോ. ഇതിന് ശേഷമാണ് മക്കാമുണ്ടായതെന്ന് പറയപ്പെടുന്നത്. പള്ളി ചൈനക്കാരുണ്ടാക്കിയാന്ന്. ചൈനക്കാര്. ഞങ്ങൾ തിരുനാവായ കുറ്റിപ്പുറം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഈ ആയുധങ്ങൾ കൊടുക്കണതിന് എന്താ പ്രത്യേകത? ആയുധത്തിൽ ഷഹീദാണ്. അതുകൊണ്ടാണ്. ഇപ്പം അന്നേരത്തെ ആയുധം ഇപ്പം പറ്റൂല്ലോ. നമ്മൾ കാണുന്ന കാലത്ത് അതിൻ്റെ മുമ്പിലൊക്കെ ഇതിന്നാ കൈക്കോട്ട് പൈറ്റിക്കറ്റും ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ആൾക്കാർ കൂടുതൽ വരുന്ന ശനി ഞായർ. പിന്നെ ഈ ഒഴിവ് വരുന്ന ദിവസങ്ങളുണ്ടാവില്ല. നല്ല തിരക്കാണ്. എണ്ണ തുടങ്ങിയവയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കുക വഴിപാടായിട്ട്. പോരാതെ തന്നെ ഇതാ മധുരമുള്ള എന്തോ ഒരു ഇതുണ്ട്. ഇത് നമുക്ക് മന്ത്രിച്ചിട്ട് അവിടുന്ന് തരും ചെയ്യും, കൊടുത്തു കഴിഞ്ഞാൽ. കസ്തൂരിന്റെ സ്മെല്ല. ഒരു 6 മണിക്കൂറോ? ഇപ്പൊ എത്ര ഡിഗ്രി ഉണ്ടാവും? 60 മണിക്കൂറല്ലേ? ഇത് അതിനേക്കാൾ ഒന്നുകൂടെ സ്മെല്ല്. അല്ല, ഇത് സ്മെല്ലൊക്കെ നല്ല സ്മെല്ല് തന്നെ. പക്ഷെ ഇത് ഒന്നുകൂടെ വലുപ്പമുണ്ടാവും. സെയിം സ്മെല്ലാണ്. അല്ല, സ്മെല്ല് ചെറിയ വ്യത്യാസമാണ്. കസ്തൂരി, കസ്തൂരി, വൈറ്റ് കസ്തൂരി, ഇത് ഊതിൻ്റെ.
എന്താ സംഭവം? പുസ്തകം ഇതിൻ്റെ ഒരു ചെല്ലുന്നതിൻ്റെ അത് ശരി. സ്ത്രീകൾക്ക് പോണ വഴി ആ ഭാഗത്തേക്കാണ് കേട്ടോ. ഇതിലൂടെയാണ് സ്ത്രീകൾക്ക് മഖാമിലേക്ക് പോകാം പ്രാർത്ഥിക്കലൊക്കെ. ഇതിൻ്റെ അടുത്തൊരു പുഴയുണ്ട് കേട്ടോ. ഒരു പുഴ, ചെറിയൊരു പുഴയും ഒഴുകുന്നുണ്ട്.